അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബാബയുടെ ഒരു മഹാപ്രതിഭയാണെന്ന് വിളിച്ചറിയിക്കുന്ന അനിതര സാധാരണ സ്വഭാവം ജനനം മുതൽ തന്നെ കണ്ടിരുന്നു. റമദാൻ 1 പ്രസവിക്കപ്പെട്ട ശൈഖ് ആ വർഷം മുതൽ ചെറുപ്രായത്തിൽ പോലും മുലകുടി പ്രായത്തിൽ റമദാനിൽ പകൽ സമയത്ത് മുലകുടിക്കാതിരുന്നത് അതിന് ഉദാഹരണമാണ്. മാതാവ് തന്നെ പറയുകയാണ്, എന്റെ മകൻ അബ്ദുൽ ഖാദറിനെ ഞാൻ പ്രസവിച്ചത് മുതൽ മുലകുടി പ്രായത്തിൽ റമദാൻ മാസം പകൽ സമയത്ത് മുലകുടിക്കുന്നതായി കണ്ടിട്ടില്ല. അദ്ദേഹം ആ കുഞ്ഞ് മുലകുടിച്ചിട്ടില്ല. ഒരിക്കൽ റമദാൻ മാസപ്പിറവെ കുറിച്ച് ജനങ്ങൾക്ക് അവ്യക്തത ഉണ്ടായപ്പോൾ വിവരം അറിയാൻ അവർ എന്റെ അടുത്ത് വന്നു. ഉമ്മ പറയുകയാണ്, ഞാൻ പറഞ്ഞു ഇന്ന് കുട്ടി മുലകുടിച്ചിട്ടില്ല. പ്രസ്തുത ദിവസം റമദാൻ ആയിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. ഈ അത്ഭുതം ജീലാനിനാകെ പ്രസിദ്ധമായിരുന്നു. മുഹീദ്ദീൻ മാലയിൽ ഖാദി മുഹമ്മദ് ആ കാര്യം വിവരിക്കുന്നുണ്ട്. മുതലായ റമദാനിൽ 30 നാളീനും മുലകുടിക്കും പ്രായം മുലനെ തൊടാത്തവർ. മുതലായ റമദാനിൽ 30 നാളീനും മുലകുടിക്കും പ്രായം മുലനെ തൊടാത്തവർ. ആ പാൽ കുടിക്കുന്ന പ്രായത്തിൽ മാതാവിന്റെ മുല റമദാൻ മാസത്തിൽ അദ്ദേഹം സ്പർശിച്ചിട്ടില്ല. ശൈഖ് ജീലാനി റളിയല്ലാഹു പിതാവിന്റെ നാമം അബൂ സാലിഹ് മൂസാ ജംഗീദോസ്ത്. മാതാവ് ഉമ്മുൽ ഖൈർ ഫാത്തിമ ബിൻത് അബി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 14ാമത്തെ പ്രപൗത്രനായ ശൈഖ് പിതാവ് വഴി നബിയുടെ പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹു മാതാവ് വഴി മറ്റൊരു പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും ചെന്നെത്തുകയാണ്. ചെറുപ്പത്തിൽ പിതാവ് മരണപ്പെട്ട ശേഷം മാതാവാണ് കുട്ടിയെ സംരക്ഷിച്ചത്. ഖുർആൻ പഠിച്ചത് സ്വന്തം മാതാവിൽ നിന്നാണ്. പിന്നെ ശൈഖ് അവറുകൾ ഒരു മദ്രസയിൽ ചേർന്നു, പഠനം തുടർന്നു. 18ാം വയസ്സിൽ ഉപരിപഠനാർത്ഥം ബാഗ്ദാദിലേക്ക് പോയി. ആ ഉപരിപഠന യാത്രയെ കുറിച്ച് തന്നെ ചരിത്രത്തിൽ കാണാൻ പറ്റും. നാട്ടിലെ സാധാരണ പള്ളിക്കൂടത്തിൽ നിന്ന് പ്രാഥമിക പഠനശേഷം ഉപരിപഠനാർത്ഥം ബാഗ്ദാദിലേക്ക് പോകാൻ തീരുമാനിച്ച ആ യാത്രയെക്കുറിച്ചും അതിനുണ്ടായ നിമിത്തവും പിൽക്കാലത്ത് ശൈഖ് അവറുകൾ തന്നെ വിവരിച്ചിട്ടുണ്ട്. അവൻ പറയുകയാണ്, ഒരു അറഫാദിന് ഒരു കൃഷിക്കാളക്കൂട്ടത്തിന് പിന്നിൽ ഞാൻ നടക്കുകയാണ്. അവയിൽ നിന്നൊന്ന് എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. മറ്റേ സംഭവത്തിൽ കാണാം, ആ അറഫാദിനത്തിൽ ഞാൻ ഒരു കാളയെ ഓടിച്ചു. കാള ഓടുന്നതിനടക്കായി എന്റെ ഓട്ടത്തിന് സ്പീഡിൽ ഓടിച്ചു. പെട്ടെന്ന് കാള തിരിഞ്ഞു എന്നോട് പറഞ്ഞു, ഓ അബ്ദുൽ ഖാദർ, ഇതിനല്ല അതിനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഇതല്ല അതിനോട് കൽപ്പിക്കപ്പെട്ടത്, ഇതിനു വേണ്ടിയാണോ അത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഒരു കാളയുടെ സംസാരം കേട്ട ഞാൻ ഭയന്നു. ഞാൻ നേരെ പേടിച്ചു വിരണ്ടോടി എന്റെ വീട്ടിലേക്ക് മച്ചിന്റെ മുകളിലേക്ക് കയറുന്നു. കാളയെങ്ങാനും തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കി ജനൽപ്പാളിക്കുള്ളിലൂടെ. പക്ഷെ അന്ന് തന്നെ ഞാൻ ആ സമയത്ത് മറ്റൊരു സംഭവമാണ് കാണുന്നത്. ഞാൻ വീടിന്റെ മച്ചിന് പുറത്ത് കയറി. ആ സമയത്ത് അറഫയിൽ ജനങ്ങൾ സമ്മേളിച്ചതായി കണ്ടു. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള അറഫയിൽ ജനങ്ങളെ സന്നിഹിതമായ സംഭവം വീടിന്റെ മുകളിൽ വെച്ചദ്ദേഹം കാണുകയാണ്. ഈ 2 അത്ഭുത സംഭവം ഉണ്ടായ ഞാൻ ഉമ്മയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, എന്നെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യണം. ബാഗ്ദാദിലേക്ക് പോകാൻ എനിക്ക് സമ്മതം തരണം. ഞാൻ അവിടെ ചെന്ന് വിജ്ഞാനം നേടട്ടെ, സജ്ജനങ്ങളെ സന്ദർശിക്കട്ടെ. ഉമ്മ ചോദിച്ചു, മോനെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നടന്ന സംഭവങ്ങളെല്ലാം ഉമ്മയോട് പറഞ്ഞു. ഇത് കേട്ട് ഉമ്മ കരഞ്ഞുപോയി. പിതാവിൽ നിന്ന് അനന്തരമായി ലഭിച്ച 80 സ്വർണ്ണ നാണയങ്ങളിൽ 40 അനുജന് മാറ്റിവെച്ച് ബാക്കി 40 എടുത്ത് എന്റെ കുപ്പായത്തിന്റെ കക്ഷത്തിന്റെ താഴെ തുന്നിപ്പിടിപ്പിച്ചു, ഒരു അറയിൽ തുന്നിപ്പിടിപ്പിച്ചു. അനന്തരം ഉമ്മ എനിക്ക് യാത്രാനുമതി നൽകിക്കൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മോനെ, നീ ഏതവസരത്തിലും സത്യം മാത്രമേ പറയാവൂ. ജീവിതത്തിൽ ഏത് ദുർഘട സന്ധി ഉണ്ടായാലും നീ സത്യം മാത്രമേ പറയാവൂ, കളവ് പറയരുത്. അള്ളാഹുവിന് വേണ്ടി ഞാനിതാ നിന്നിൽ നിന്ന് ഒഴിവാകുന്നു. അന്ത്യനാൾ വരെ ഈ മുഖം ഇനി ഞാൻ കാണുകയില്ല. ഈ ഉമ്മ പറഞ്ഞത് പിന്നീട് സത്യമായി പറയുന്നു. ശൈഖ് അവറുകൾ പിന്നീട് ഉമ്മയെ കണ്ടിട്ടില്ല. 18 ശേഷം ബാഗ്ദാദിൽ വെച്ച് ശൈഖ് അവറുകൾ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തദവസരം സംസാരം പെട്ടെന്ന് നിർത്തി നോക്കുമ്പോൾ ശൈഖ് അവറുകളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞത്, എന്റെ ഉമ്മ ഇപ്പോൾ ജീനാലിൽ വെച്ച് വഫാത്തായിരിക്കുന്നു. അൽ ഫത്തുൽ മുബീനിൽ ഈ സംഭവം കാണാൻ വേണ്ടി പറ്റുന്നു. ആ യാത്രയിലാണ് കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തോവർ. ആ യാത്രയിൽ മഹാനവർ യാത്രാ സംഘത്തോടുകൂടി പുറപ്പെട്ടപ്പോ
ഒരു കവർച്ചാ സംഘം അവരുടെ മുമ്പിൽ ചാടി വീണവരുടെ ധനമെല്ലാം കൊള്ളയടിച്ചു. 18 വയസ്സുകാരനായ റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒരു തുണിക്കെട്ട് മാത്രമാണ് ഉണ്ടായത്. അതിൽ പണമൊന്നും ഉണ്ടാകുകയില്ലെന്ന് കരുതി കവർച്ചക്കാർ അത് അയച്ചു വെക്കാൻ മെനക്കെട്ടില്ലെങ്കിലും കൊള്ളത്തലാണ് റസൂലുള്ളാഹിനോട് ചോദിച്ചത്, നിന്റെ അടുക്ക് വല്ലതും ഉണ്ടോ? കൊള്ളത്തലവൻ, നിന്റെ കൈവശം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, 40 പൊന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. കൊള്ളത്തലവൻ പൊന്ന് പുറത്തെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം പൊന്ന് പുറത്തെടുത്ത് കൊടുത്തു. ഷേഖ് സത്യമാണ് പറഞ്ഞതെന്ന് കൊള്ളത്തലവനും സംഘത്തിനും വ്യക്തമായി. സത്യം പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് തലവൻ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ? അപ്പോൾ പറഞ്ഞു, കളവ് പറയരുത് എന്ന് ഉമ്മ എന്നോട് കരാർ വാങ്ങിയിട്ടുണ്ട്. ഉമ്മാന്റെ കരാർ ഞാൻ ലംഘിക്കുകയില്ല. ഇത് കേട്ട കവർച്ചക്കാരുടെ ഹൃദയങ്ങൾ പശ്ചാത്തല വിഷമായി തീർന്നു. ഈ 18കാരന്റെ ബുദ്ധി പോലെ ഞങ്ങൾക്കുണ്ടായില്ലല്ലോ. അവർ ലജ്ജിച്ച് തലതാഴ്ത്തി. അവർ പശ്ചാത്തപിച്ചവർ കവർ ചെയ്തെടുത്ത വസ്തുക്കൾ മുഴുവനുമായ യാത്രാ സംഘത്തിന് തിരിച്ചു കൊടുത്തു. തൗബ ചെയ്തു. ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുഖേന ആദ്യമായി തൗബ ചെയ്ത വിഭാഗമാണ് ഇവർ എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോ ആ പഠിക്കാൻ പോകുന്ന ആ യാത്രയിൽ തന്നെ ജനങ്ങളെ തർബിയത്ത് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. തന്റെ സംഭവബഹുലമായ ജീവിതത്തിൽ ഒരുപാട് ഏടുകൾ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് അത്ഭുതങ്ങൾ. പിശാച് തന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ പിശാചിനെ പരാജയപ്പെടുത്തിയ സംഭവം. ഒരിക്കൽ മഹാനുഭാവന്റെ യാത്രാവേളയിൽ കഠിനമായ ദാഹം അനുഭവപ്പെട്ടു. ആ അവസരം മേൽഭാഗത്ത് ബന്ധിക്കപ്പെട്ട ഒരു വെള്ളപ്പാത്രം ജിലാനി തങ്ങൾക്ക് ദൃശ്യമായി. ആ പാത്രം ശൈഖ് അവറുകളിലേക്ക് അടുത്തടുത്ത് വരുന്നു. ഒരു അശരീരി കേട്ടു, അബ്ദുൽ ഖാദർ ദാഹിക്കുന്നല്ലേ, വെള്ളം ഇതാ കുടിച്ചു, ദാഹശമനം വരുത്തിക്കൊള്ളുക, എല്ലാ നിഷിദ്ധ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ അനുവദനമാക്കിയിരിക്കുന്നു എന്നിങ്ങനെ ആ പാത്രത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. സ്വർണപാത്രം, വെള്ളം കുടിക്കൽ ഹറാമായ ആ ഒരു വെള്ളപാത്രം, സ്വർണ്ണപാത്രം, അത് തന്നിലേക്ക് അടുത്തു വന്നു. എല്ലാം ഹറാമാക്കപ്പെട്ടതൊക്കെ എനിക്ക് ഹലാലാക്കപ്പെട്ടതെന്ന് അശരീരി കേട്ടപ്പോ ശൈഖ് അവറുകൾ ഇത് പിശാചിന്റെ ഏർപ്പാടാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവനെ, നീ നിന്റെ പാട്ടിന് പോ. അള്ളാഹുവിങ്കൽ അവന്റെ തിരുദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പദവിയേക്കാൾ പദവി ഉള്ളവനല്ലല്ലോ ഞാൻ. അങ്ങനെയുള്ള റസൂൽ പോലും ചെയ്തിട്ടില്ലാത്ത കാര്യം ഞാൻ ചെയ്യുകയോ? അതാണ് മുഹ്യിദ്ദീൻ കാണാം, ഇബ്ലീസ് അവരേച്ച ദിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചിടത്തിച്ച് വിട്ടോവർ. ഇബ്ലീസ് ചതിക്കാൻ പോയി ഇബ്ലീസിനെ പരാജയപ്പെടുത്തി. ഈ നിലയിൽ സൂക്ഷ്മത പാലിച്ച ജീവിതമായിരുന്നു മഹാനവറുകളുടെ ജീവിതം. ഹിജ്റ 521 പ്രബോധനത്തിന് ഇറങ്ങിയത്. ആദ്യഘട്ടത്തിൽ തുച്ഛം പേരാണ് സദസ്സിലുണ്ടായിരുന്നത്. പിന്നീട് ഒരവസരം 70,000-ലധികം പേർ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒത്തുകൂടിയിരുന്നു. അടുത്ത് നിൽക്കുന്നവർക്കും അകലെ നിൽക്കുന്നവർക്കും ഒരേപോലെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അത് ശൈഖിന്റെ ശബ്ദത്തിന്റെ കറാമത്തായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര കടുത്ത ഹൃദയത്തിനും വിസ്ഫോടനം സൃഷ്ടിച്ച് നവചൈതന്യം പകർന്നിരുന്നു ആ ശബ്ദം. ജൂത ക്രിസ്ത്യാനികൾ എന്ന 5000 പേർ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് സത്യദീൻ പുകി. ഒട്ടനവധി അദ്ദേഹത്തിൽ നിന്ന് അടുക്കൽ വന്ന് തൗബ ചെയ്തു, സാൽസറിനെ സ്വീകരിച്ചു. ഗവർണർമാരും മന്ത്രിമാരും രാജാക്കന്മാരും വരെ അദ്ദേഹത്തിന് മുന്നിൽ ഒതുക്കത്തോടെയും ബഹുമാനത്തിലുമാണ് ഇരുന്നത്. ഓരോ വിജ്ഞാന ശാഖയിൽ നിന്നും അതിൽ ഏറ്റവും പ്രഗത്ഭരിൽ നിന്നാണ് ശൈഖ് ജീലാനി വിദ്യ അഭ്യസിച്ചത്. ആദ്യം ഷാഫി മതവും പിന്നീട് ഹംബലി മതവും അനുസരിച്ചാണ് മഹാൻ ജീവിച്ചത്. 4 മതവിലും ഫത്വ നൽകാൻ മാത്രം അഗാധ പാണ്ഡിത്യം ശൈഖ് കരസ്ഥമാക്കി. അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ കുറിച്ച് കാണാം. 40 വർഷം ഇശായിനടുത്ത വധുകൊണ്ട് സഭയെ നിസ്കരിച്ചിരുന്നു. അഥവാ ഉറക്കമൊഴിച്ച് നേരം പുലരുന്നവരെ ഇബാദത്തിന് മുഴുകിയിരുന്നു. നലവേരും ഈശാ തോളുതൊരുവാലെ 40 സൂബിഹി തൊഴുതോവർ. നലവേരും ഈശാ തോളുതൊരുവാലെ 40 സൂബിഹി തൊഴുതോവർ. 40 വർഷം ഇശാ എടുത്ത് ഒതുകൊണ്ട് ഒതുമുറിയാതെ സഭയെ നിസ്കരിച്ചിരുന്നു. അത്രമാത്രം ഇബാദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. പിശാചിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ ഒരുപാട് ഏടുകൾ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. മഹാനവറുകളുടെ കറാമത്തായി ചരിത്രത്തിൽ കാണാം.
തന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ധാരാളം കറാമത്തുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായി. മറ്റേത് വലിയിൽ നിന്ന് ഇത്രയേറെ കറാമത്തുകൾ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. കാഞ്ഞിരമറ്റത്തെ ഫരീദ് ഔലിയും അജ്മീർ ഖാജയും ഷേഖ് ജീലാനിയുമൊക്കെ ഒരേ കാലക്കാരാണ്. ജീലാനി തങ്ങളുടെ ആശീർവാദം വാങ്ങി അവർ ഇന്ത്യയിൽ വന്ന് ദീനീ പ്രചരണത്തിന് മുഴുകി. അജ്മീർ ഖാജയും കാഞ്ഞിരത്തെ ഷേഖ് ഫരീദ് ഔലിയും. ഷേഖ് ജീലാനിയുടെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഫരീദ് ഔലിയ. വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ ഉമ്മ ഫരീദിനെ ഷേഖ് റഹ്മാന്റെ അരികിലേക്ക് ഏൽപ്പിച്ചു. ആ വാത്സല്യമാതാവ് തിരിച്ചുപോയി. പിന്നീട് ഇടയ്ക്കിടെ മോനെ കാണാൻ വേണ്ടി വരും. ഒരിക്കൽ വന്നപ്പോ മകൻ വിശപ്പും ഉറക്കമൊഴിക്കലും കാരണം മെലിഞ്ഞ് നിറം മാറിയിട്ടുണ്ട്. തൊലിയുള്ള ഗോതമ്പ് പത്തിരിയാണ് മോൻ തിന്നുന്നത്. ഷേഖിന്റെ അരികെ ചെന്നപ്പോൾ തന്റെ മുമ്പിലുള്ള തളിയിൽ കോഴിയുടെ എല്ലുകളാണ് കണ്ടത്. വേദനയോടുകൂടി അമ്മ ചോദിച്ചു, നിങ്ങൾക്ക് കോഴിയിറച്ചിയും എന്റെ മോന് തൊലി ഗോതമ്പിന്റെ പത്രിയുമോ? ഷേഖ് അവർ ഉടനെ തന്റെ കൈ ആ എല്ലുകളുടെ മേൽ വെച്ചു, കോഴിയുടെ എല്ലുമേൽ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എല്ലുകളുടെ ജയിപ്പിക്കുന്ന അള്ളാഹുവിന്റെ സമപ്രകാരം നീ എഴുന്നേൽക്കണം. ഉടനെ തളികയിൽ നിന്ന് ഒരു പൂർണ്ണ കോഴി എഴുന്നേറ്റ് കൂവി പറന്നുപോയി. മഹദിയായ കാഴ്ച കണ്ട് സ്തബ്ധയായിരുന്നു. ഞാൻ അവിവേകം പറഞ്ഞത് പൊറുക്കണമെന്ന് ഷേഖിനോട് അപേക്ഷിച്ചു. ഷേഖുമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഈ അവസ്ഥ എത്തിയാൽ ഇഷ്ടമുള്ളത് തിന്നോട്ടെ, ഇപ്പൊ ഉണക്ക പത്തിരി തന്നെ തിന്നട്ടെ. ആ ഖാദി മുഹമ്മദ് മഹിദി മാലി പറഞ്ഞ, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂസാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂസാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. കോഴിയുടെ എല്ലുകളെ കോഴിയാക്കി എഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് കഴിയും. ഞാൻ മണ്ണിൽ നിന്ന് പക്ഷിയെ ഉണ്ടാക്കി റൂഹ് നൽകി പറപ്പിച്ചേരാമെന്ന ഈസാ നബിയുടെ വാക്കുകൾ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കായി കളിമണ്ണ് ഉണ്ടാക്കിക്കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കുകയും അതിൽ ഞാൻ ഊതുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടെ അത് പക്ഷിയായി തീരുന്നു. അപ്രകാരം മരിച്ചവരെ ഞാൻ ജയിപ്പിക്കുകയും അന്ധനെയും കുഷ്ഠരോഗിയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഭക്ഷിക്കുന്നതും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിക്കുന്നതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. തീർച്ചയായും നിങ്ങൾക്കിതിൽ ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ആല ഇമ്രാൻ 49-ാം ആയത്തിൽ കാണാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്ന മുഅ്ജിസത്തുകൾ ഔലിയാക്കന്മാർക്ക് ആ മോഡലിലുള്ളത് കറാമത്തായവരാണ്. മണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി ഊതിപ്പറപ്പിക്കാനും മരിച്ചവരെ ജയിപ്പിക്കാനും മഹാത്മാക്കൾക്ക് കഴിയുമെന്ന് നാം കണ്ടു. എങ്കിൽ ആ കോഴിയുടെ തന്നെ എല്ലായിടത്ത് കോഴിയാക്കി കുഴിക്കാനും പറപ്പിക്കാനും അവർക്ക് കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള കറാമത്തുകൾ കൊണ്ട് അദ്ദേഹം പ്രസിദ്ധമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കറാമത്തുകൾ അള്ളാഹുവിന്റെ ഔലിയായിനുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ മഹാനായ ഓസുല്ലാമിന് ഇത്തരത്തിലുള്ള നേട്ടം കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചത് വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ ഹർക്കാത്ത് സക്കനാത്തും അള്ളാഹുവിന്റെ പ്രീതിയിലായി ജീവിച്ച് ഇബാദത്തെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ, സ്മരണകൾ, അവരുടെ വഫാത്ത് ദിനങ്ങൾ, അവരുടെ ജന്മദിനങ്ങളൊക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി തയ്യാറാണ്. ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ, ഔലിയ വലിയ എന്നാലാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ബില്ലാഹി തആല സിഫാത്തിഹി അസ്മാഉ കിനൽ മുവാദി ബലത്താത്തി അൽ മുജ്തനിബു അൽ മുജ്തമിൽ മാസി അൽ മുൽദനിൽ നിമാക്കി ഫിൽ ദാത്തി വസ്സഹവാത്ത്. അല്ലാഹുവിനെ പൂർണ്ണമായി അല്ലാഹുവിന്റെ സിഫത്തിനെ മനസ്സിലാക്കി, സാധിക്കുന്ന രീതിയിൽ മനസ്സിലാക്കി, താഴത്തിന്റെ മേൽ പതിവാക്കി, ദോഷത്തെ തൊട്ട് പിന്തിരിഞ്ഞ് അനുവദനീയമായ സുഖാടകമ്പരങ്ങളിൽ മുഴുകുന്നതിനെ തൊട്ട് പോലും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ഔലിയാക്കന്മാർക്ക് മുത്തഖ്വീൻ ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മുത്തഖീങ്ങളല്ലാതെ ആരുമില്ല. അവർക്ക് ഒരുപാട് കറാമത്തുകൾ ഉണ്ടാവും. കറാമത്തുകൾ നാം ഒരിക്കലും സംശയിച്ചു പോകരുത്. കറാമാത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ ഫയദ്ഹറുൽ കറാമത്തു അലാ തരീഖി നഖ്ദിൽ ലാദ ലിൽ വലി മിൻ ഖതയിൽ മസാഫത്തുൽ ബഈദത്തി ഫിൽ മുദ്ദത്തിൽ ഖലീല വളുഹൂരി തആമി യസ്റാബി വലിബാസി ഇൻദൽ ഹജ വൽ മസിയൽ മായി വഫിൽ ഹവായി എന്നിങ്ങനെ തുടങ്ങി അഖീദയുടെ കിതാബുകളിൽ നമുക്ക് കറാമത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും. കറാമത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ, ഔലിയാഇന്റെ കറാമത്തുകൾ ഹഖാണ്. ഫതദ്ഹറുൽ കറാമത്തു അലാ തരീഖി നഖ്ദിൽ ലാദ, സാധാരണക്ക് വിരുദ്ധമായി കൊണ്ട്
കറാമത്ത് പ്രത്യക്ഷപ്പെടും വലിയനിക്ക് മിൻ ഖത്തയിൽ മസാഫത്തിൽ ബൈദത്തിൽ മുദ്ദത്തിൽ ഖലീല കുറഞ്ഞ കാലഘട്ടത്ത് വിദൂരമായ സ്ഥലത്തെ മുറിച്ചടക്കാൻ വിട്ടുകിടക്കാൻ അള്ളാഹുവിന്റെ വലിയ സാധിക്കും. ഖുർആൻ തന്നെ തെളിവാണല്ലോ. കൈത്തിയാനി സാഹിബ് സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാഹിബ് കൊണ്ടുവന്നു. അതാരാണ്? ആസിഫ് ബിൻ വർഹയ. ബൽഖീസ് രാജ്ഞിയുടെ സഭയിലെ ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കബിലർത്തിദാദി കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് മാബോദിൽ മസാഫ ഒരുപാട് വിദൂര മകനുള്ള അവിടെ പോയി കൊണ്ടുവന്നു. അത് വലിയ കറാമത്താണ്, ഖുർആൻ തെളിവാണ്. അതുപോലെ തന്നെ ളുഹൂരി താമി വസ്റാം, ഭക്ഷണവും പാനീയവും ലിബാസ് വസ്ത്രമൊക്കെ ആവശ്യത്തിന് സമയത്ത് ഒഴിവാകും. മറിയം ബീവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. സക്കരിയ നബി മറിയം ബീവിയുടെ മിഹ്റാബിൽ പ്രവേശിക്കുമ്പോഴൊക്കെ അവിടെ ഭക്ഷണം ഉഷ്ണകാലത്ത്, ശൈത്യകാലത്ത് ഭക്ഷണം, ശൈത്യകാലത്ത് ഉഷ്ണകാലത്ത് ആ കാല സമയത്ത് കിട്ടാതെ ഭക്ഷണം പോലും കാണുന്നു. ആവശ്യമുള്ളതൊക്കെ കാണുന്നു. എവിടെ നിന്നാണ് മറിയം അന്വേഷിക്കുന്നതൊക്കെ അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ് മറിയം ബീവി മറുപടി അറിയുന്നത്. കറാമത്താണ്. വെള്ളത്തിന് മുകളിലൂടെ അടക്കുക, ഒരുപാട് ഔലിയാക്കന്മാരുടെ കറാമത്ത് സത്യത്തിൽ കാണാൻ പറ്റും. വായുവിലൂടെ സഞ്ചരിക്കുക. ജാഫർ അബി താലിബ് റളിയല്ലാഹു അൻഹു, ലുഖ്മാൻ സൽഖസീർ റളിയല്ലാഹു അൻഹു അത്തരം കറാമത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കലാമൽ ജമാഅത്ത് അചേതന വസ്തുക്കൾ, ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കും, സംസാരശേഷിയില്ലാത്ത വസ്തുക്കൾ സംസാരിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൽമാൻ റളിയല്ലാഹു അൻഹു, അബൂദർദാ റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദാന്റെ അടുക്കൽ ഒരു തളിക ഉണ്ടായിരുന്നു. ആ തളിക തസ്ബീഹിൽ ഒരാളെ കേട്ടുവെന്ന് കിതാബുകൾ കാണുന്നതാണ്. അതുപോലെ തന്നെ സംസാരശേഷിയില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുക. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ ഖിദ്മീർ എന്ന നായ സംസാരിച്ചത്. അതുപോലെ തന്നെ നബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെടാതിരിക്കാൻ ഒരാൾ തന്റെ കാളയെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കാളയുടെ പുറത്ത് കയറി. അപ്പൊ കാള തിരിഞ്ഞു ചോദിച്ചു, ഇതിനുവേണ്ടി എന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, എന്നെ കൃഷിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. നബി ഇത് പറഞ്ഞു, സാവത്തുള്ള സുബ്ഹാനല്ലാഹ് തതക്കല്ലൽ ബഖറു, പശു സംസാരിക്കുക. നബി പറഞ്ഞു, അവൻ എനിക്കിതിൽ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ കറാമത്തായിട്ട് മുസീബത്തുകൾ, ബലായി, മുന്നിട്ട് വരുന്ന മുസീബത്തുകളൊക്കെ തട്ടിമാറ്റപ്പെടും. അതൊക്കെ നമുക്കറിയാലോ. മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് നഹാബന്ദിലുള്ള സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ മിമ്പറിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. എന്നിട്ട് ആ സാരിയോട് പറയാണ്, യാ സാരിയ അൽ ജബൽ, പർവ്വത്തെ സൂക്ഷിക്കണം, ആ ഭാഗത്ത് ശത്രുക്കൾ വെച്ച് സൂക്ഷിക്കണം. ആ ഉമർ റളിയല്ലാഹു അൻഹു എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സാരിയെ കാണുന്നു, സാരിയോട് സംസാരിക്കുന്നു. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സാരി ആ സംസാരം കേൾക്കുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കാണുകയും സാരി അത് കേൾക്കലും ഒക്കെ കറാമത്താണ്. അതുപോലെ തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം വിശ്വസിച്ചപ്പോ, ഇസ്ലാം ഹക്കാണെന്ന് തെളിവാനുസരിച്ച് കൊല്ലുമെന്ന് മജൂസികൾ പറഞ്ഞപ്പോ അദ്ദേഹം വിസ്മയം കൂട്ടി വിഷം കുടിച്ചു. ഒന്നും സംഭവിച്ചില്ല ഖാലിദ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ എഴുത്തുകൊണ്ട് നൈൽ നദി ഒഴുകാൻ വേണ്ടി തുടങ്ങി. ആ സംഭവമൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പോ വൈദേശികങ്ങൾക്ക് ഇത്തരത്തിലുള്ള കറാമത്തുകൾ ഉണ്ടാകുന്നതിനെ നാം നിഷേധിക്കേണ്ടതില്ല. അതിൽ നമുക്ക് സംശയം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള കറാമത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കറാമത്തുണ്ട്. പ്രസിദ്ധമായ ഓസുല്ലാമിന്റെ ആ വഫാത്ത് ദിനം സമാഗമമായ സമയത്ത് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഇബാദത്തുകൾ പോലുള്ള ഇബാദത്തുകൾ നാം നിർവഹിക്കാനും ആ മൊഹീദി റാത്തിലൊക്കെ അദ്ദേഹം പതിവായി ചെല്ലാറുള്ള ദിക്റുകളാണ്. അത് ഇന്നത്തെ രാത്രി നമ്മുടെ മസ്ജിദിൽ വെച്ചടക്കാണ്. ഇതൊക്കെ പങ്കുചേരാനും മഹാന്മാരായി ഉൾക്കൊള്ളാനും അവരെ സ്നേഹിക്കാനും അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ഒക്കെ ഈ സന്ദർഭത്തിൽ തയ്യാറാവുക. കൂടുതൽ മനസ്സിലാകാതെ ഔലിയാനെ തള്ളിപ്പറയുന്ന, കറാമത്തെ തള്ളിപ്പറയുന്ന, ഔലിയാനെ ബഹുമാനിക്കുന്നവരെയൊക്കെ മുസ്ലിക്കീങ്ങളാക്കുന്ന പ്രവണതയുള്ള ആൾക്കാരിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ സുന്നത്തെ മാതത്തിന്റെ ബന്ധാവിലൂടെ ചലിക്കാൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാർക്കും ഇണകൾക്കും മക്കൾക്കും കൂട്ടുകാർക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് എല്ലാവിധ മുഖ്യമായ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുമെ കാത്തുരക്ഷിക്കുകയും സ്വർഗീയവത്തവരോടൊപ്പം ഒരുമിക്കാൻ നമുക്ക് അവർക്കും ഭാഗ്യം നൽകട്ടെ. വാഹൃദ